വയനാട് പൂക്കോട് ശുദ്ധജല തടാകത്തിൽ പായൽ നിറഞ്ഞതോടെ ബോട്ടിംഗ് ഉൾപ്പെടെ പ്രതിസന്ധിയിൽ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് ദിവസവും ഇവിടേക്ക് എത്തുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നീങ്ങിയ ശേഷം ഉടൻ തന്നെ പായൽ നീക്കം ചെയ്യുമെന്ന് വയനാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അറിയിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകവും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകവുമാണ് വയനാട് വൈത്തിരി പൂക്കോട് തടാകം. തടാകത്തിനു ചുറ്റുമുള്ള വനവും മലനിരകളുമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. വർഷത്തിൽ 10 ലക്ഷത്തോളം സഞ്ചാരികൾ എത്തുന്ന ഇടമാണ് പൂക്കോട്. ജില്ലയിലെ DTPCക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 3/4 ഭാഗവും ലഭിക്കുന്നത് ഇവിടുത്തെ ബോട്ടിങ്ങിലൂടെയാണ്. വാരാന്ത്യങ്ങളിലും ഒഴിവു ദിവസങ്ങളിലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് പൂക്കോട് എത്തുന്നത്. ഇവിടെ എത്തുന്ന കുട്ടികൾക്കുള്ള കളിസ്ഥലമോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കുന്നതിൽ DTPC കാണിക്കുന്ന അനാസ്ഥയിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാരുൾപ്പെടെയുള്ളവർ. നാഷണൽ ഹൈവേ മുതൽ പൂക്കോട് തടാകം വരെയുള്ള റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണുള്ളത്. അതുപുറമെ ഇതിൻ്റെ ഇരു സൈഡുകളിലും മാലിന്യ കൂമ്പാരങ്ങളാണ്. എവിടെ നോക്കിയാലും മാലിന്യങ്ങൾ മാത്രമാണ്. പൂക്കോട് തടാകത്തിൽ എത്തിപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ സന്ദർശിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ പാർക്ക് അത് ഏകദേശം 2 വർഷത്തിന് മുകളിലായിട്ട് യാതൊരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും പണികളും നടത്താതെ പൂട്ടിക്കിടക്കുന്നൊരവസ്ഥയാണ്. അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെട്ടില്ലെങ്കിൽ ഈ ശുദ്ധജല തടാകം നമ്മുടെ വയനാട്ടിൽ നിന്നും അപ്രത്യക്ഷമാവും എന്നുള്ളതാണ് ഈ അവസ്ഥ. 2 കോടിയോളം രൂപ ചെലവാക്കി 2021 ജൂണിൽ പായലും ചെളിയും തടാകത്തിൽ നിന്ന് നീക്കിയിരുന്നു. ഇതിന്റെ പ്രവൃത്തിയിൽ ഉൾപ്പെടെ പരാതിയും അന്വേഷണവും നടക്കുന്നതിനിടയിലാണ് വീണ്ടും പായൽ നിറഞ്ഞ് തടാകത്തിലെ ബോട്ടിംഗ് വിസ്തൃതി കുറഞ്ഞത്. ബോട്ടിങ്ങിന്റെ ഷാഫ്റ്റിൽ പായൽ കുടുങ്ങി ബോട്ടുകൾ കേടാകുന്നതും പതിവാണ്. ഈ പായൽ വന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ ആ കോവിഡൊക്കെ വന്ന സമയത്ത് ഈ ആമ്പൽ ഇവിടെ അല്ലെങ്കിൽ ഈ പായൽ ഇവിടുന്ന് പറിക്കാൻ വേണ്ടിയിട്ട് 2 കോടി രൂപയ്ക്ക് അങ്ങ് ഇവർ കൊടുത്തായിരുന്നു. ആ സമയത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രദേശവാസികളൊക്കെ ഇതിനടുത്തേക്ക് വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു ബ്ലോക്ക് ചെയ്യിപ്പിച്ചു. നമ്മൾ ആരെയും ഇതിനകത്തേക്ക് അടുപ്പിച്ചില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചാൽ ഈ സാധനങ്ങൾ മൊത്തമായിട്ട് അടിയിലേക്ക് താഴ്ത്തി വെച്ചു. 1 വർഷം കൊണ്ട് ഈ സാധനങ്ങളെല്ലാം പൊന്തി വന്നു. ഈ ബോട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷങ്ങാനും പഴക്കമുള്ള ബോട്ടുകളാണ്. ഇതിന് ഒരു അറ്റകുറ്റപ്പണികൾ എന്ന് പറഞ്ഞിട്ട് കുറേ ഫണ്ടുകൾ വരുന്നുണ്ട്. എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. ഇത് പുറത്തേക്ക് ഒരു കാര്യങ്ങളും അറിയുന്നില്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് ഏകദേശം ഒരു 5 വർഷം കൊണ്ട് ഈ പൂക്കോട്ടിലേക്ക് നാമാവശേഷമാവും. കാരണം എന്താ വെച്ചാൽ ഈ പായലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ബോട്ട് ചവിട്ടാനോ ഒരു കാര്യങ്ങൾക്കും പറ്റില്ല. എന്നാൽ തടാകത്തിലെ പായൽ നീക്കൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നീങ്ങിയതിനു ശേഷം അടിയന്തരമായി പൂർത്തീകരിക്കുമെന്നും കുട്ടികളുടെ പാർക്ക് ഉൾപ്പെടെ നവീകരിക്കുമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നുമാണ് DTPCയുടെ ഇപ്പോഴത്തെ വിശദീകരണം. പൂക്കോട് തടാകത്തിൽ ഇത്തരത്തിൽ പായൽ നിറഞ്ഞ് പടർന്നു കഴിഞ്ഞാൽ ഈ പൂക്കോട് തടാകത്തിന്റെ പോലും പ്രസക്തി ഇല്ലാതാകും. തടാകത്തിന്റെ വിസ്തൃതി ഓരോ നാളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ഈ കാര്യത്തിലില്ലെങ്കിൽ പൂക്കോട് തടാകത്തിന്റെ സകല പ്രസക്തിയും നഷ്ടപ്പെടും. വയനാട് പൂക്കോട് നിന്നും ക്യാമറമാൻ BM റിന്റുവിനൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.